സുനാമിക്ക എവിടെ? എടാ ഇത് മൊട്ടനാടല്ലോ, ഇത് പെണ്ണാടല്ലേ? നോക്കട്ടെ, ശരിയാണല്ലോ, ഇത് പെണ്ണാടാണല്ലോ. അവന്മാരെ നമ്മളെ പറ്റിച്ചാ. ഇതൊരുമാതിരി മറ്റടുത്ത പരിപാടിയൊക്കെ കേട്ടോ. കൂറ്റ മുട്ടനാടാ, ഹിമാലയ മുട്ടനാടാന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഏപ്പരാച്ചിനാണ് തന്നേക്കുന്നത്. ഇതിന് നമ്മൾ ഇനി എന്നാ ചെയ്യണ്ട? എന്ത് ചെയ്യാൻ? ഞങ്ങളിന്നൊരു ട്രിപ്പ് ആയിട്ട് ഇറങ്ങിക്കണം. ഇത് ലോങ് ട്രിപ്പ് ഒന്നുമല്ല, ഷോർട്ട് ട്രിപ്പാണ്. ഞങ്ങൾക്ക് 2 പേരുടെ ഫ്രീ പീരീഡ് കിട്ടി. ആ കിട്ടിയ പീരീഡ് ഞങ്ങൾ ഒന്ന് പുറത്ത് ജസ്റ്റ് ചെറിയൊരു എൻജോയ്മെൻറ്റിന് വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ ഞങ്ങളിന്ന് പോകാൻ പോകുന്ന കയ്യൂർ നാടുകാണിയിലാണ്. അപ്പോൾ കൂടുതൽ വിശദീകരണം വാച്ച്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ നാടുകാണിയിലെത്തി. കയ്യൂർ നാടുകാണി ഞങ്ങളെത്തി. അത്യാവശ്യം ഒരു ഓഫ് റോഡ്, ചെറിയൊരു ഓഫ് റോഡ് ഉണ്ടായിരുന്നു. 100-150 മീറ്റർ ആ ഓഫ് റോഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി വണ്ടിയെല്ലാം പാർക്ക് ചെയ്തു. നല്ല മഴയാണ്. 3 പേര് നനയും. ഞങ്ങൾ 2 പേർക്ക് കോട്ടുണ്ട്. 2 പേർക്ക് കോട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ഹെൽമെറ്റ് ഉണ്ട്. എനിക്ക് ഹെൽമെറ്റും കോട്ടും ഉണ്ട്. നീ റിച്ച് ആണല്ലോ. എനിക്ക് ഹെൽമെറ്റും കോട്ടും ഉണ്ട്. ഇവിടെ പാവപ്പെടുത്തിട്ട് ഇറക്കും. ഞാൻ മഴയുള്ളവർ ഹെൽമെറ്റ് കൊടുക്കുക. ചിരി നോക്കൂ. പിന്നെ പോലെ
സ്ഥലം എങ്ങനെയുണ്ടാ? സ്കൂളുന്നുണ്ട്. സ്ഥലം അടിപൊളിയാണ്. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ വരുമ്പോൾ കോട വരുമെന്ന്. കോട വന്നില്ല. ഒന്ന് നോക്കി കാണാൻ കഴിച്ചത് ഇഷ്ടംപോലെ കോട കയറുന്നുണ്ട്. അങ്ങനെ നോക്കി കാണാം. ഒന്ന് നോക്കിയാൽ കാണാൻ. പുല്ലല്ലേ ഇതിന്റെ രസം. ഞങ്ങളെല്ലാം ഒന്നിച്ച് പോവാ. കുറുക്കന്മാരെല്ലാം കൂവട്ടെ. അല്ലേ പോവാവോ? പോവാം. എങ്ങനെയാ പോകണ്ട? എനിക്ക് പോകാൻ അറിയാൻ പറ്റാ. അതൊന്നും ഇട്ടേക്കല്ലേ. ഇതെല്ലാം വരും. എന്റെ തുടക്കത്തിൽ ഇൻട്രോയിലുള്ളതാ. ഹെൽമെറ്റ് വേണം. റൈഡർമാരാന്ന് മനസ്സിലാവും. ഇങ്ങനെയാ എനിക്ക് റോഹനെ കാണത്തില്ല. നിന്റെ ഹെൽമെറ്റ് മൊത്തം കോട. എടാ അവരെ കിട്ടണ്ട. നിക്കടാ, നിക്ക്. ആ നേരെ നോക്കി എടിച്ചിരി അകന്ന് നിക്കടാ. ഇങ്ങനെ കൈ നോക്കിയാൽ മതി. ഒരു ഒന്നിച്ച് വീഡിയോ ആയിട്ടാണേ. താക്കട കൈ താക്കടാ. ഇവിടെ പാട്ട് കെട്ടിക്കണേ. പുറകെ വരും കേട്ടോ. എടുക്കുവോ? എടി യെസ് ഓർ നോ പറ. റിപ്ലൈ വേണം. ഡാൻസ് കളിച്ചല്ലേ? ശക്തിമാൻ. ഹോട്ടാണോ? നോക്കട്ടെ. എക്സ്റേ എടുക്കാൻ കിടക്കുന്നു. അല്ലല്ലോ പിന്നെ സൂം പിടിച്ച് കിടക്കുന്ന പോലെ അവിടെ അടുത്തന്നെ നോക്കി. അങ്ങ് നോക്കി. അവിടെ നോക്കി. ക്യാമറ ഫോക്കസ് ഓൺ ദയർ. അത് നേരത്തെ പറയണ്ടേ. ആ ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു. എടാ ഇതെല്ലാം ഞാൻ ടൂൾ കയറിട്ട് കയറേണ്ട കാര്യമല്ലോ. ഇറങ്ങിയിരിക്കണ നീ കൈ മാറ്റി പിടിക്കടാ. എടാ അവന്റെ തോളയിലോട്ട് നീ കൈവെക്ക. മാറ്റി പിടിക്കടാ. ചത്തോ? സിമൽ സാറ് പ്രാർത്ഥിക്കാൻ വന്ന. ഷാജേട്ടോ എടാ ഒരു ബോഡി ഷേവ് കൂടെ നടത്തിട്ട് വേടാ. അയ്യോ വന്നു. പിന്നെ വന്നു മുതലാളി. പിന്നെ വന്നു. എടാ നിങ്ങളെല്ലാം ഡാൻസ് കളിയടാ. റോഷ ഡാൻസ് കളിയടാ. വീഡിയോ ജ്യൂസ് എടുത്ത് തരില്ലേ? അത് വേണ്ട, അവരാൾക്കാരുണ്ട് അവിടെ. ഇതിനെ വേണ്ടെന്ന് പുഷപ്പടിക്കടാ. കഴിച്ചിട്ട് എന്തെങ്കിലും ചെയ്യടാ. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു.
എടാ കഴിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാടാ. കപ്പിച്ച് നോക്കുന്നുണ്ടോ എന്ത് ചെയ്യുന്നത്? വേണ്ട, ഇത് കൂടുതലാ. ഇവല് വൈറ്റ് ചെയ്ത് ചെരുപ്പ് ഛർദ്ദിച്ചിടുന്നു. ഫോട്ടോ എടുക്കും. അപ്പൊ അതുകൊണ്ട് പുല്ല് വരും. അതിനുവേണ്ടി പ്രകൃതി കനിഞ്ഞേക്കാൻ ഇതൊക്കെ റെക്കോർഡിംഗ് ആണ് സാർ. ഒരു കാല് ഉറപ്പിച്ചിട്ട് വേണം അടുത്ത കാര്യം. ശരിയാ, ഞാനേ സൂക്ഷിച്ചിറങ്ങി പോസമല്ലേ. ഞങ്ങൾ കഴിക്കാൻ എനിക്ക് വിശക്കുന്നുണ്ട്. സമയം 2:30 ഞങ്ങൾ മന്തി അടിക്കാൻ പോവാ. ഞങ്ങൾ എന്നാ മന്തി അടിക്കുമ്പം അപ്പൊ കാണാം. അടിപൊളിയായിട്ട് മന്തി കഴിക്കാനോ വന്നതാ. കുറെ കാലത്തിന് ശേഷമുള്ള വലിയ ആഗ്രഹമാണ്. വയറ് നിറച്ച് കഴിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. ഇത് വെച്ച് കുറെ നേരമായി കാത്തിരിക്കുന്നു. എത്ര നേരമാണ് കാത്തിരുന്നത് അറിയില്ല. കാത്തിരിപ്പിനോട് വേറെ വിശക്കുന്നു. എല്ലാ റോഹന്റെ മോഹൻ മന്തിയെ കണ്ടുവിട്ടുമ്പോ മറക്കാതെ നോക്കിയിരിക്കുക. ക്യാപ്ചർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വീഡിയോ എത്തിക്കുന്നത്. അല്ല, ഇതെല്ലാം റോഹന്റെ ചെലവല്ലേ? റോഹൻ ഇതിപ്പോ സലാഡ് കൂടെ മാത്രം വെച്ചിട്ടില്ലേ? എല്ലാം റോഹന്റെ ചെലവാണ്. റോഹൻ ചിലപ്പം ചെയ്യാതെ റോഷൻ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്. മിസ്റ്റർ സപ്ലയർ റോഹൻ. റോഹന്റെ സ്നേഹം. അതെ, എല്ലാവരും റോഹനും കൂടെ വിളമ്പ്. റോഹ കടി ഒന്നുകൂടെ കടി. റോഹ എങ്ങനെയുണ്ടായിരുന്നു? റോഹ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. എത്ര പ്ലേറ്റ് കഴിച്ചു റോഹ? 3 പ്ലേറ്റ് കഴിച്ചു. 2 പ്ലേറ്റും കൂടെ പോകും. പിന്നെ വൈകുന്നേരം നിങ്ങളുടെ ചോറ് തീർത്ത് കൊടുക്കാത്ത വാക്ക് പറഞ്ഞോണ്ട്. അയ്യോ, അജിൽ സാറ് എന്തേലും കഴിച്ചാൽ? അജിൽ സാറ് 2 പ്ലേറ്റ് മതി. റോഷൻ മാസ്റ്റർ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അവശനായിട്ട് ഇരിക്കുന്നു. പക്ഷെ റോഷന് ഒരു 1/2 പ്ലേറ്റ് കഴിച്ചുള്ളൂ. റോഷന് വയറ്റിലോട്ടൊന്നും ചെല്ലുമല്ലോ എന്നാണ് പറയുന്നത്. 3 പ്ലേറ്റ് ശിവന എങ്ങനെയുണ്ട്? ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞു. കോമ്പറ്റീഷൻ വിജയിച്ചിരിക്കുന്നു. സിവിൽ സിബി എത്ര ട്രിപ്പ് കഴിച്ചു? അതെ, ഇച്ചിരി ചോറ് മതി. ചെറിയ ചോറ് മതി. ഇത് നമ്മുടെ കുഞ്ഞു വയറിന്റെ അതെ ഒരു പറച്ചോറ് വയർ നിറച്ച് ചോറടിച്ച് ചെയ്തിട്ടുണ്ട്. അതെ, ഇനി പോയി കിടന്നുറങ്ങിയാൽ മതി. പാമ്പ് തവള നിന്ന് പോലെ എവിടെ കയറി കിടന്നാൽ മതി. എന്നിട്ട് പരിപാടി നീ എന്നാ പരിപാടി? എല്ലാവരും സെപ്പറേറ്റ് ആവുക. ആ പോകുന്നതിനെ കൊണ്ട് കോളേജ് കോളേജ് ഇടുക. ഞാനും വീട്ടിൽ പോവാ. ദിവന്മാർ രണ്ടുപേരെ അമ്മമാർക്കുള്ള വണ്ടിയിൽ ഇരിക്കുകയാണ്. അതെ, അവന്മാർ രണ്ട് ഹോസ്റ്റലിൽ കയറി. വണ്ടി കമ്പനി വണ്ടിയാണ്. ഡ്രൈവർ ഡെലിവറി